അപ്പോൾ നമ്മൾ നെർവസ് സിസ്റ്റം എന്താണെന്നുള്ളതൊക്കെ നോക്കിയില്ലേ. നെർവസ് സിസ്റ്റത്തിനെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, മറ്റൊന്ന് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡും ആണുള്ളത്. അതേ സ്ഥാനത്ത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനിൽ നിന്ന് പോകുന്ന 12 പെയർ ഓഫ് ക്രേനിയൽ നെർവ്സും അതേപോലെ സ്പൈനൽ കോഡിൽ നിന്ന് പോകുന്ന 31 പെയർ ഓഫ് സ്പൈനൽ നെർവ്സും ആണുള്ളത്. അപ്പോൾ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ മൊത്തം നെർവ്സ് ആണെന്നുള്ളത് മനസ്സിലായി, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബോഡി പാർട്സ് ആണെന്നുള്ളത് മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഞാനതൊരു ചെറിയ എക്സാമ്പിളോട് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഞാനൊന്ന് വിശദീകരിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇതായിരുന്നു. സപ്പോസ് ഒരു കാൻഡിൽ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൈ കൊണ്ട് വെച്ചിട്ട് അത് പൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സപ്പോസ് ഞാൻ എങ്ങനെ കൈ വെച്ചിട്ട് എൻ്റെ കൈ പൊള്ളി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ പൊള്ളിയത് ഞാൻ അറിയുന്നതിൻ്റെ ബാക്കിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെയുള്ള നെർവ്, അതായത് ഈ ഫിംഗറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നെർവ് ഏതാണോ ആ നെർവിൽ നിന്ന്, ഇവിടെയുള്ളത് ചിലപ്പോൾ സ്പൈനൽ നെർവ് ആയിരിക്കാം അല്ലെങ്കിൽ ക്രേനിയൽ നെർവ്സ് ആയിരിക്കാം, ഏത് നെർവ് ആണെന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ സ്പൈനൽ നെർവ് ആണ് എന്നുണ്ടെങ്കിൽ അത് നേരെ സ്പൈനൽ കോഡിന് കൊണ്ടുപോയി കൊടുക്കും, സ്പൈനൽ കോഡ് അത് ബ്രെയിനിലോട്ട് എത്തിക്കും. ഇനി അതേ സ്ഥാനത്ത് ക്രേനിയൽ നെർവ് ആണുള്ളതെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ബ്രെയിനിലോട്ട് എത്തിക്കും. അപ്പോൾ അങ്ങനെയാണ് പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇവിടെ പൊള്ളി എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ ആ ഒരു നെർവ് വഴി കയറി ബ്രെയിന് വരെ എങ്ങനെയാണെങ്കിലും എത്തും. എന്നിട്ട് ബ്രെയിനാണ് അനലൈസ് ചെയ്തിട്ട് ആ കൈ ഇങ്ങോട്ട് എടുക്കുക എന്നുള്ള ആ ഒരു റെസ്പോൺസ്, അല്ലെങ്കിൽ അത് പൊള്ളി എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു റെസ്പോൺസ് തിരിച്ചയക്കുന്നത്. അപ്പോൾ പോകുന്ന ഈ ഒരു ഇൻഫോർമേഷൻ പോകുന്ന ആ ഒരു നെർവിനെ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന നെർവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻസറി നെർവ്. അപ്പോൾ സെൻസറി നെർവ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഒരു സെൻസ് സംഭവിക്കുന്നത് ആ ഒരു സെൻസിൻ്റെ ഇൻഫർമേഷൻ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും കൊണ്ടുപോകുന്ന ആ ഒരു നെർവിനെയാണ് നമ്മൾ വിളിക്കുന്നത് സെൻസറി നെർവ് എന്ന്. അപ്പോൾ ഇതിന് നമ്മൾ അങ്ങനെ ഒന്ന് ഇംഗ്ലീഷിലാക്കി നോക്കുന്ന സമയത്ത് അതിൽ ഇമ്പൾസ് എന്നൊരു വാക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എപ്പോഴും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഫോണിലൂടെ ഒരാൾക്കൊരു ഇൻഫർമേഷൻ അയക്കുന്നതിനെ നമ്മൾ മെസ്സേജ് എന്നാണ് വിളിക്കുക അല്ലേ, ടെക്സ്റ്റൽ മെസ്സേജ് എന്നാണ് വിളിക്കുക. ഇനി അതേ സ്ഥാനത്ത് നമ്മൾ ഒരു കത്ത് എഴുതിയിട്ടാണ് അയക്കുന്നതെങ്കിൽ നമ്മൾ അതിന് ലെറ്റർ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ കത്തിലൂടെയാണ് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ലെറ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതേപോലെ ഈ ഒരു നെർവ്സിലൂടെ നമ്മളുടെ ബ്രെയിനിലോട്ട് പോകുന്നത് ഒരു ഇൻഫർമേഷനാണ് അല്ലേ. അപ്പോൾ ആ ഒരു നെർവ്സിലൂടെ കണ്ടക്ട് ചെയ്യുന്ന ഇൻഫർമേഷനെ, കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കൊണ്ടുപോവുക എന്നാണ് അർത്ഥം. നെർവ്സിലൂടെ കൊണ്ടുപോകുന്ന ആ ഇൻഫോർമേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പൾസസ്. ഇമ്പൾസസ് ആർ ഇൻഫോർമേഷൻസ് കണ്ടക്റ്റഡ് ത്രൂ നെർവ്സ്. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. നിങ്ങൾക്കത് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെർവിൻ്റെ കാര്യം നോക്കിയാൽ, ഈ സെൻസറി നെർവിൻ്റെ കാര്യം നോക്കിയാൽ അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് ഇങ്ങനെയാണ്: carries impulses from different parts of the body to brain and spinal cord. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, അതായത് എവിടെ നിന്നാണ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണോ നമുക്ക് സെൻസ് കിട്ടുന്നത് അവിടെ നിന്നും ഫ്രം ദാറ്റ് പാർട്ട് ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും അങ്ങ് ആ ഒരു ഇൻഫർമേഷൻ അഥവാ ഇമ്പൾസ് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ സെൻസറി നെർവിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ബ്രെയിൻ അത് അനലൈസ് ചെയ്തു, അതായത് എന്താണ് ഇപ്പോൾ സംഭവിച്ചത്, അതിന് പറ്റിയ റെസ്പോൺസ് എന്താണെന്നുള്ളതൊക്കെ ബ്രെയിൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി തിരിച്ചൊരു കമാൻഡ് കൊടുത്തു വിടും അല്ലേ, നിങ്ങൾ ഇന്ന പോലെ ചെയ്യുക അല്ലെങ്കിൽ നീ കണ്ടത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് റിപ്ലൈ കൊടുക്കും. ആ ഒരു റിപ്ലൈ ചിലപ്പോൾ നമ്മളുടെ അതേ പാർട്ടിലോട്ടായിരിക്കും തിരിച്ചു വരും. ഇപ്പോൾ എൻ്റെ വിരൽ അവിടെ നിന്ന് എടുക്കണം, ആ മെഴുകുതിരിയുടെ അടുത്ത് നിന്ന് എടുക്കണം എന്നുള്ളതാണ് ഞാൻ അടുത്തത് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു റെസ്പോൺസ് കൊടുത്തു വിടുമ്പോൾ ആ കൈ അവിടെ നിന്ന് എടുക്കണം എന്നുള്ളതാണ് മെസ്സേജ്. അപ്പോൾ അതേ നെർവിൽ തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടാവുക ആ ഒരു മെസ്സേജ്. അപ്പോൾ ആ കൊണ്ടുവരുന്നത് മറ്റൊരു നെർവിലൂടെ ആയിരിക്കും. അപ്പോൾ കയറിപ്പോകുന്നത് ഇമ്പൾസസ് ബ്രെയിനിലോട്ട് സ്പൈനൽ കോഡിലേക്കും കയറിപ്പോകുന്നത് സെൻസറി നെർവിലൂടെ ആണെങ്കിൽ തിരിച്ച് ആ ഒരു റെസ്പോൺസ് വരുന്നത് മോട്ടോർ നെർവിലൂടെയാണ്. അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ നോക്കിയെന്ന് പറഞ്ഞാൽ ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. എന്താ പറയുന്നത്, ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്നു ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്. അപ്പോൾ എന്താ വരുന്നത്, കമൻറ്റുകളാണ് അല്ലെങ്കിൽ റിക്വസ്റ്റസ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ കണ്ട കാര്യം എന്താണ് അല്ലെങ്കിൽ അനുഭവിച്ച കാര്യം എന്താണെന്നുള്ളതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻസ് ആണ് വരുന്നത്.
ഇനി ഇവരെ പോലെ തന്നെ അതായത് സെൻസറി നെർവിൻ്റെയും മോട്ടോർ നെർവിൻ്റെയും ഫങ്ഷൻ ഒരുമിച്ച് ചെയ്യുന്ന മറ്റൊരു നെർവ് ഉണ്ട്. അതായത് ഇവർ ഇൻഫർമേഷൻ ആ ഇമ്പൾസിനെ കൊണ്ടുപോവുകയും ചെയ്യും. ആ കൊണ്ടുപോയ പോലെ റെസ്പോൺസിനെ ആ ഒരു റെസ്പോൺസ് അഥവാ ആ കൊണ്ടുപോയ ഇമ്പൾസിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് ആ മറ്റൊരു ഇമ്പൾസിനെ തിരിച്ച് ആ ബോഡി പാർട്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രോ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിലേക്ക് സ്പൈനൽ കോഡിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും, അവിടുന്ന് കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെയുള്ള നെർവ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിക്സഡ് നെർവ്സ്. ഇതോടുകൂടി നിങ്ങൾ 3 തരത്തിലുള്ള നെർവ്സ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സഡ് നെർവ്. ഇനി പക്ഷെ നമുക്ക് അടുത്തതായിട്ട് ഈ നെർവ്സിനെ ഒന്ന് സൂം. സപ്പോസ് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ഒരു നെർവിനെ നമ്മളെടുത്ത് പുറത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഈ നരമ്പുകൾക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ ഒരു നെർവിനെ എടുത്ത് പുറത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാം, അതായത് ചെറിയൊരു ട്യൂബ് പോലെ ഇങ്ങനെ നീളത്തിൽ ഉള്ള പോലെ നമുക്ക് തോന്നും. അതേ സ്ഥാനത്ത് ആ നെർവിനെ നമ്മളൊന്ന് മൈക്രോസ്കോപ്പിലൂടെ വെച്ച് നോക്കിയാൽ പിന്നീട് കാണുന്നത് ഈ ഒരു തരത്തിലായിരിക്കും. എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ അങ്ങനെ അടുക്കി വെച്ചതുപോലെ ഉണ്ടാവും. ഒന്നുകൂടി നമ്മൾ അതിന് സൂം ചെയ്ത് നോക്കിയാൽ അതിന്റെ ഒരു യൂണിറ്റ് കണ്ടോ, ഈ ഒറ്റ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു തരത്തിലായിരിക്കും നമുക്ക് കാണുന്നുണ്ടാവുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂറോൺ. അപ്പോൾ ന്യൂറോൺ ആണ് it is the basic functional and structural unit of the nervous system. കാരണം ഒരു നെർവ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലുള്ള ന്യൂറോണുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ന്യൂറോണിന്റെ ഓരോ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഈ ഓരോ പാർട്ടിന്റെയും ഫങ്ഷൻസ് എന്ന് പറഞ്ഞത് ഓർത്ത് വെക്കാനും കാര്യങ്ങളും ഒക്കെ എളുപ്പമാണ്. ഇനി ഈ ന്യൂറോൺസിനെ അടുക്കി വെച്ചിട്ടാണ് ഒരു നെർവ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ആർ കോൾഡ് എ നെർവ് എന്നാണ് നിങ്ങൾക്ക് നെർവിന്റെ ഡെഫിനിഷൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്കൊന്ന് ഈ ന്യൂറോണിനെ എങ്ങനെയാണ് വരയ്ക്കുക, അതേപോലെ തന്നെ ഈ ന്യൂറോണിന്റെ ഓരോ പാർട്സിന്റെയും ഫങ്ഷൻ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിതൊന്ന് റബ്ബ് ചെയ്തിട്ട് ആദ്യം നിങ്ങൾക്ക് ആ കാര്യം വരയ്ക്കാനായിട്ട് പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. അപ്പൊ ന്യൂറോൺ എന്താണെന്നുള്ളത് എനിക്ക് ഏകദേശം മനസ്സിലായിട്ടോ. ഇനി നമുക്ക് ന്യൂറോൺ ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ ന്യൂറോൺ വരയ്ക്കുന്ന സമയത്ത് ഈ ചന്ദ്രക്കല നിങ്ങൾ ഇങ്ങനെ ഇട്ട് പരിചയം ഉണ്ടാവും അല്ലേ, മലയാളത്തില് അത് ഇത് എന്നൊക്കെ എഴുതുന്ന സമയത്ത് ഈ ചന്ദ്രക്കല നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ ചന്ദ്രക്കല വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങുന്നത്. ഈ സൈഡിലോട്ടൊരു ചന്ദ്രക്കല, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഓപ്പോസിറ്റിലേക്ക് ഇങ്ങനെ ഒരു ചന്ദ്രക്കല, ഇങ്ങനെ മറ്റൊരു ചന്ദ്രക്കല, ഇങ്ങനെ മറ്റൊന്ന്, ഇങ്ങനെ അടുത്തത്. ഇപ്പൊ ടോട്ടൽ കണ്ടാൽ നമുക്കൊരു സ്റ്റാർ പോലെ ഉണ്ട് അല്ലേ. 1 2 3 4 5. നിങ്ങൾ ഒരറ്റത്ത് നിന്ന് തുടങ്ങിയാൽ നിങ്ങൾക്കത് മറ്റേ അറ്റത്തിൽ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കത് വരയ്ക്കാം. ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ 1 2 3 4 5 5 ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വരച്ചു നിർത്താവുന്നതാണ്. ഇനി ഇതിൽ നിന്ന് ഈ ചെറിയൊരു ഗ്യാപ്പ് ഞാനിവിടെ വിട്ടിട്ടുണ്ട്, ഇതിന് ജോയിൻ ചെയ്തിട്ടില്ല കണ്ടോ. ഇതിൽ നിന്ന് ഞാൻ ഒരു ട്യൂബ് വരയ്ക്കാൻ പോകുന്നത്, ലോങ് ആയിട്ടുള്ള ട്യൂബ് വരയ്ക്കാം. ഈ ട്യൂബ് ഈ ഒരു രീതിയിൽ എത്തിയിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഒരു ലോങ് ട്യൂബ് വരച്ച് വെക്കാം. ഇനി നെക്സ്റ്റ് ഇതിപ്പോ നമ്മൾ ബ്രാഞ്ചസ് ആണെന്ന് വിചാരിക്കുക. അതായത് ഇവിടുന്ന് നിങ്ങൾ ഈ വേര് പോകുന്ന പോലെ 1 2 അങ്ങനെ സൈഡിലോട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് വരച്ചു വെക്കുക. ഈ ലോങ് ട്യൂബിന് നിങ്ങൾ സത്യത്തിൽ ഇവിടെ നിങ്ങോട്ടേക്ക് നിങ്ങളൊരു മരം പോലെ വിചാരിക്കുക കേട്ടോ. അപ്പൊ ഇത് മരത്തിന്റെ ട്രങ്ക് ആണ്, ഇത് താഴെത്തടിയാണ്. നമ്മൾ താഴെ മരത്തിന്റെ ഇങ്ങനെ വരക്കില്ലേ, ഈ സംഭവമാണ് ഇതൊന്ന് വരുന്നത്. ഇനി മരത്തിൽ നിന്ന് മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചുകൾ പോകില്ലേ, അതായത് വലിയ ബ്രാഞ്ചസ് പോകും. അതേപോലെ വലിയ ബ്രാഞ്ചസ് നിങ്ങൾ വരച്ചു വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. നിങ്ങൾക്ക് ഇത്തിരി ക്രിയേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വരയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു 3 ബ്രാഞ്ചസ് നിങ്ങൾ കുറഞ്ഞത് വരച്ച് വെക്കുക. ഇനി ബ്രാഞ്ചസ് പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക, കുറച്ച് ലീഫ് ഉണ്ടാവും. ലീഫ് നമുക്ക് തൽക്കാലം അവോയ്ഡ് ചെയ്യാം. ഇനി നമുക്ക് നേരെ ഡയറക്റ്റ് ഫ്രൂട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ചെറുതായിട്ട് കുട്ടി ബ്രാഞ്ചസ് വരച്ചു കൊടുക്കണം. ഒന്നിനും വേണ്ടിയിട്ടല്ല, ഫ്രൂട്ട് ഉണ്ടാവുന്ന കുട്ടി ബ്രാഞ്ചസ്. അതിനറ്റത്ത് നമ്മൾ ഈ കുട്ടിയായിട്ട് റൗണ്ട് വരച്ച് വെക്കണം. അത് നമ്മുടെ ഫ്രൂട്ടാണെന്ന് നിങ്ങൾ സ്വയം അങ്ങോട്ടേക്ക് കരുതിക്കോളാം. അപ്പൊ ഇതാണ് കാര്യം. ഇനി നമുക്ക് ഇതിനൊന്ന് കുറച്ച് മോടി പിടിപ്പിക്കാനുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഉദാഹരണത്തിന് ഇതിന്റെ നടുവിൽ ഒരു റൗണ്ട് വേണം, അതിന് കുറച്ച് കുത്തുകൾ കൊടുക്കണം. ഇനി ഇവിടെയാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നത്.
അതായത് ഇങ്ങനൊരു ബോക്സ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് വരച്ചു ചേർക്കാനായിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യം നിങ്ങൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു തന്നിട്ട് മോൾ ഭാഗം വരയ്ക്കാം. ആദ്യം ഹാഫ് വരയ്ക്കുക, എന്നിട്ട് നമുക്ക് മേലെ വരയ്ക്കാം. ഇതിനകത്ത് ഇങ്ങനെ രണ്ട് സംഭവങ്ങളാണ് ഉള്ളത്. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിന്റെ ഒരറ്റം മാത്രം കൂർത്തിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് താഴോട്ടാണെങ്കിൽ ഒന്ന് മേലോട്ടാണ് നിൽക്കുന്നത്. അപ്പൊ താഴോട്ടും മേലോട്ടും ആൾട്ടർനേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് വരച്ചു വെക്കാനായിട്ട് പറ്റും. അപ്പൊ താഴെ ഞാനൊരു സ്ക്വയർ കൊടുക്കുകയാണ്, ഒരു രണ്ടെണ്ണം ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ മുകളിലത്തെ ഒരു ഹാഫ് സ്ക്വയർ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ താഴെ തന്നെ വീണ്ടും ഒരു ഹാഫ് സ്ക്വയർ കൊടുക്കുകയാണ്. ഇനി അതിനുശേഷം ഇങ്ങനെ പോയി ഒരു ചെറിയ പൊങ്ങല് ഇങ്ങനെ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ, മേലെ ഒരു സാധാരണ പോലെ സ്ക്വയർ കൊടുക്കുക, എന്നിട്ട് അതിന്റെ അറ്റത്ത് മാത്രം ഒരു ചെറിയ കൊമ്പ് പോലെ കൊടുക്കുക. അതേപോലെ സ്ക്വയർ കൊടുക്കുക, അറ്റത്ത് മാത്രം ഒരു കൊമ്പ് പോലെ കൊടുക്കുക. വീണ്ടും അതേപോലെ സ്ക്വയർ പോലെ കൊടുക്കുക, അറ്റത്ത് മാത്രം ഒരു കൊമ്പ് പോലെ കൊടുക്കുക. ഇതാണ് കാര്യം. ഇനി കൊമ്പ് പോലെ നീട്ടിയ സ്ഥലത്ത് ഒരു കുഞ്ഞു റൗണ്ട് വരച്ചു കൊടുക്കുക. ഇതിന്റെ താഴോട്ടാണ് നീട്ടിയിരിക്കുന്നത്, അത് കാരണം ഇവിടെയാണ് ആ കുഞ്ഞു റൗണ്ട് വന്നത്. ഇവിടെ ആ കുഞ്ഞു റൗണ്ട് വരച്ചു കൊടുക്കുക. അപ്പൊ ഇത്രയും ചെയ്താൽ നിങ്ങളുടെ ന്യൂറോൺ കംപ്ലീറ്റ് ആയി. ഇത് നിങ്ങൾ ഒപ്പത്തിനൊപ്പം വരച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. SSLCക്ക് തീർച്ചയായിട്ടും വരും. SSLC നല്ല ഓൺ എക്സാം ആയിക്കോട്ടെ, ഏതൊക്കെ എക്സാം ഉണ്ടെങ്കിലും ഇത് വരയ്ക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്കൊരു നിർബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഈ കാര്യങ്ങൾ വരയ്ക്കാൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ഓരോ പാർട്സും ഏതൊക്കെയാണോ എന്നുള്ളത് പരിചയപ്പെടണം. ഈ ബ്രാഞ്ച് പോലെ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഡെൻഡ്രൈറ്റ്. ഇനി നോക്കിക്കോളൂ, ഇതിപ്പോ സപ്പോസ് ഇങ്ങനെ ഒരു ഉരുണ്ടിട്ടുള്ള സാധനമാണെന്ന് വിചാരിക്കുക. അതായത് ഇതിന് നമ്മളൊന്ന് ഇങ്ങനെ വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു സർക്കിൾ പോലെ ഇതിന്റെ അകത്ത് കിട്ടും അല്ലേ? അപ്പൊ ഉരുണ്ടിട്ടുള്ള സാധനമാണെന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക, ഒരു സർക്കിൾ പോലെയാണെന്ന്. അങ്ങനെയാണെങ്കിൽ സർക്കിളിൽ നിന്ന് മുളച്ചു പോയിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ത്രികോണത്തിന് തോന്നുന്നില്ലേ? സർക്കിളിൽ നിന്ന് മുളച്ച പോലെ, അത് പ്രൊജക്ട് ചെയ്ത പോലെ, പ്രൊജക്റ്റഡ് ഔട്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഈ ഒരു കുട്ടി കുട്ടി ഭാഗം, അതായത് ഇവിടെ ഇങ്ങനെ മുളച്ചു പോയിട്ടുണ്ട്, ഈ താഴ്ഭാഗത്ത് ഇങ്ങനെ മുളച്ചിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവത്തിന് നമ്മൾ വിളിക്കുന്ന പേര്, ഈ മുളച്ചു നിൽക്കുന്ന ഈ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രോൺ. ഇത് നോക്കി, ഇത് രണ്ടുമായിട്ട് ഈ പേരുകൾ തമ്മിൽ ബന്ധമുണ്ട്. ഈ ബ്രാഞ്ച് പോലെ ഇരിക്കുന്നത് ഡെൻഡ്രൈറ്റ്. ആ ബ്രാഞ്ച് എവിടെ നിന്നാണോ പോയിരിക്കുന്നത് ആ മുളച്ചു നിൽക്കുന്ന ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോൺ. ഇനി ഇതിന്റെ ഉള്ളിലുള്ളതിന് നമുക്ക് ബോഡി എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതായത് ആ ഒരു ഉള്ളിലുള്ള ബോഡി, സെൽ ബോഡി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇനി ഇത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ഒന്നും കാര്യമില്ല, അത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചതാണ്. മെയിൻ ആയിട്ട് ഡെൻഡ്രൈറ്റ് അറിയണം, ഡെൻഡ്രോൺ അറിയണം. ഇനി അതേപോലെ തന്നെ ഈ ഒരു സെൽ ബോഡിയിൽ നിന്ന്, ഇതൊരു സെൽ ബോഡിയാണ്, സെൽ ബോഡിയിൽ നിന്നാണ് ഈ മുളച്ചു നിൽക്കുന്ന ഭാഗമായ ഡെൻഡ്രോൺ വരുന്നത്. ആ ഡെൻഡ്രോണിൽ നിന്നാണ് ഇങ്ങനെ ഒരു ബ്രാഞ്ചസ് പോലെ ഡെൻഡ്രൈറ്റ് പോയിരിക്കുന്നത്. ഇനി ഈ സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഈ ലോങ് ട്യൂബ് കണ്ടോ, പുറത്തേക്ക് പോയിരിക്കുന്ന ആ ലോങ് ട്യൂബ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സോൺ. ഈ ആക്സോൺ ഇവിടെ വെച്ച് ബ്രാഞ്ചസ് ആയി പിരിയുന്നുണ്ട് അല്ലെ? അതായത് ആക്സോൺ ഒരു മരത്തിന്റെ തായ്തടി പോലെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബ്രാഞ്ചസ് ആയിട്ട് പിരിയുന്നുണ്ട്. അപ്പൊ ബ്രാഞ്ചസ് ഓഫ് ആക്സോണിനെയാണ് നമ്മൾ ആക്സോണൈറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ആക്സോണിനോട് ബന്ധമുള്ള ഒരു പേരാണ് അതിനോട് അറ്റത്തേക്ക് വന്നിരിക്കുന്നത്, ആക്സോണൈറ്റ്. ഇനി നമ്മളുടെ ഫ്രൂട്ട്, അതായത് ആക്സോണൈറ്റിന്റെ അറ്റത്ത് അല്ലെങ്കിൽ ടിപ്പ് ഓഫ് ആക്സോണൈറ്റ്, ഈ ആക്സോണൈറ്റിന്റെ ടിപ്പ് ആയിട്ടുള്ള ഭാഗത്ത്, അതായത് അറ്റത്തായിട്ടുള്ള ഭാഗത്ത് വന്നിരിക്കുന്ന ഈ ഒരു കുട്ടി കുട്ടി റൗണ്ട് പോലുള്ള സംഭവം, ഈ ഒരു ഫ്രൂട്ടിന്, നമ്മുടെ ടോട്ടൽ മരത്തിന്റെ ഫ്രൂട്ടിന്റെ പേരാണ് സിനാപ്റ്റിക് നോബ്. ഈ പേര് ഇത്തിരി നിങ്ങളെ പഠിപ്പിക്കും, പക്ഷെ ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. സിനാപ്റ്റിക് നോബ്. ഈ നോബ് പറഞ്ഞാൽ എന്താ, നമ്മളിങ്ങനെ തിരിക്കുന്ന സാധനത്തിനെയാണല്ലേ നോബ് എന്ന് വിളിക്കുക. അതേപോലെ റൗണ്ട് അല്ലേ ഇതും, അതുകൊണ്ടാണ് ഈ നോബ് എന്ന പോലെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ സിനാപ്റ്റിക് നോബ്. ഇനി അവസാനമായിട്ട് നമ്മുടെ ഈ ഒരു കഷ്ടപ്പെട്ട് പണിപ്പെട്ട് വരച്ചത് ഈ കുറച്ച് 4 ബോക്സ്, ഈ പെട്ടികളാണ്. ഈ പെട്ടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് എണ്ണമൊന്നുമില്ല, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. അതേപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് എണ്ണമില്ല. ഞാൻ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ഒരു കംഫർട്ടിന് വേണ്ടി ഇത്ര എണ്ണം എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പെട്ടികളുടെ പേരാണ് ഷ്വാൻ സെൽ. ഷ്വാൻ സെൽ. ഇത്രയും പാർട്സ് പഠിച്ചാലാണ് നമ്മുടെ ന്യൂറോൺ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ന്യൂറോൺ എന്നൊരു ടോപ്പിക് സത്യത്തിൽ സിമ്പിൾ ആണ്. ഒന്ന് ആലോചിക്കണം, ഒന്ന് അത്യാവശ്യത്തിന് ശ്രദ്ധിക്കണം, കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക്
ഈ ഒരു ഇത്രയും 7 പാർട്സിന്റെ പേരായിക്കോട്ടെ, ആ 7 പാർട്സിന്റെ ഫംഗ്ഷൻ ആയിക്കോട്ടെ, ആ 7 പാർട്സിന്റെ ലൊക്കേഷൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം ലൊക്കേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. അതാത് പാർട്ടുകളുടെ ഫസ്റ്റത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതും ഈ ലൊക്കേഷൻസ് അഥവാ പൊസിഷൻസ് ആണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. നമ്മൾ ഈ സെൽ ബോഡിയിൽ നമ്മൾ ആലോചിക്കുകയാണ്. അപ്പോൾ സെൽ ബോഡിയിൽ നിന്ന് പ്രൊജക്റ്റഡ് ആയി നിൽക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഡെൻഡ്രോൺ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ പ്രൊജക്റ്റഡ് പാർട്ട് ഓഫ് സെൽ ബോഡി ഈസ് കോൾഡ് ഡെൻഡ്രോൺ. ആ സെൽ ബോഡിയിൽ നിന്ന് എന്താണ് പ്രൊജക്ട് ചെയ്തതെന്ന് മുളച്ചു നിൽക്കുന്നത്, അതിനെ നമ്മൾ ഡെൻഡ്രോൺ എന്ന് വിളിച്ചു. ഇനി അതേപോലെ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ, ഈ ഡെൻഡ്രോണിൽ നിന്ന് പോയിരിക്കുന്ന ബ്രാഞ്ചസ് ആണ് എന്ത്, ഡെൻഡ്രൈറ്റ്. ഇവിടെയുണ്ട് ഡെൻഡ്രൈറ്റ്, ഇത് ഡെൻഡ്രൈറ്റ് ആണ്, ഇത് ഡെൻഡ്രൈറ്റ് ആണ്. ഏതൊക്കെ ഡെൻഡ്രോണിൽ നിന്ന് ബ്രാഞ്ചസ് ആയി പോയിരിക്കുന്നോ അതിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ഈസ് കോൾഡ് ഡെൻഡ്രൈറ്റ്. അതിന്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടി, അഥവാ പൊസിഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്തതാരാ, ആക്സോൺ ആണ് അല്ലേ. ലോങ് ഫിലമെന്റ് ഫ്രം സെൽ ബോഡി. ഇപ്പൊ ഈ ഒരു ഡെൻഡ്രോണിന് നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് ഫിലമെന്റ് ഫ്രം സെൽ ബോഡി എന്ന് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇത് നോക്കിയേ, ഇതാണ് നമ്മുടെ സെൽ ബോഡി. ആ സെൽ ബോഡിയിൽ നിന്ന് പോയിരിക്കുന്ന ചെറിയ ഫിലമെന്റ് അല്ലെങ്കിൽ ഒരു ട്യൂബ് പോലത്തെ സാധനത്തിനെയാണ് നമ്മൾ ഫിലമെന്റ് എന്ന് വിളിക്കുക. അപ്പൊ ചെറിയ ഫിലമെന്റിനെ നമ്മൾ ഡെൻഡ്രോൺ എന്ന് വിളിച്ചപ്പോൾ വലിയ ഫിലമെന്റിനെ നമ്മൾ ആക്സോൺ എന്ന് വിളിച്ചു. അപ്പോൾ the filament, the longest filament from cell body ആണ് ആക്സോൺ. ഇനി അതേപോലെ ഈ ആക്സോണിൽ നിന്ന് ബ്രാഞ്ച് ആയിട്ട് പോയിരിക്കുന്ന ആളിനെയാണ് നമ്മൾ ആക്സോണേറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ ഈസ് കോൾഡ് ആക്സോണേറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അതിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ ബ്രാഞ്ചസ് ആണ്, ആക്സോണിൽ നിന്ന് പോയിരിക്കുന്ന ബ്രാഞ്ചസ് ആണ് ആക്സോണേറ്റ്. ഇനി അവസാനത്തെ ആള് അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബ് എങ്ങനെയാണെന്ന് നോക്കി. ടിപ്പ് ഓഫ് ആക്സോണേറ്റ്. ഈ ആക്സോണേറ്റിന്റെ ടിപ്പ്, ആക്സോണേറ്റിന്റെ അറ്റം എന്നാണ് അല്ലെങ്കിൽ അഗ്രഭാഗം ഉദ്ദേശിക്കുന്നത് ടിപ്പ്, ടിപ്പ് ഓഫ് ആക്സോണേറ്റ്. ഇനി അവസാനത്തെ ഒരു സംഭവമാണ് സ്ക്വാൻസെൽ. ഈ സ്ക്വാൻസെൽ എന്താ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ആക്സോണിനെ ചുറ്റി നിൽക്കുകയാണ് അല്ലെ, എൻസർക്കിൾ ചെയ്ത് നിൽക്കുക. അപ്പൊ എൻസർക്കിൾസ് ദ ആക്സോൺ, ആക്സോണിനെ ചുറ്റി നിൽക്കുന്നതാണ് സ്ക്വാൻസെൽ. അത് കാരണം എൻസർക്കിൾസ് ദ ആക്സോൺ എന്ന് പറയുന്നതിൽ ഈ ഒരു സ്ക്വാൻസെലിന്റെ പൊസിഷനും തീർന്നു. അതായത് അത്രയും പോയിന്റ്സ് നമുക്കിപ്പോൾ കിട്ടി. അപ്പൊ ഒന്ന് വരിക്കാൻ ആലോചിച്ചാൽ ഈ അറ്റത്ത് നിന്ന് പിടിച്ചാൽ നമുക്ക് ആ അറ്റം വരെ കിട്ടും. സെൽ ബോഡി എന്ന് വേണം നിങ്ങൾ ആലോചിച്ച് തുടങ്ങാനായിട്ട്. ഷോർട്ടസ്റ്റ് ഫിലമെന്റ് ഫ്രം സെൽ ബോഡി ഡെൻഡ്രോൺ, ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ഡെൻഡ്രൈറ്റ്. ഇനി ലോങ്സ്റ്റ് ഫിലമെന്റ് ഫ്രം സെൽ ബോഡി ആക്സോൺ, ആക്സോണിന്റെ ബ്രാഞ്ചസ് ആയിട്ട് ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ ആക്സോണേറ്റ്. ആ ആക്സോണേറ്റിന്റെ ടിപ്പാണ് എന്ത്, ദ ടിപ്പ് ഓഫ് ആക്സോണേറ്റ് ഈസ് കോൾഡ് സിനാപ്റ്റിക് നോബ്. ഇനി അവസാനത്തെ സ്ക്വാൻസെൽ, അതായത് ആക്സോൺ, ഇത് സ്ക്വാൻസെൽ എൻസർക്കിൾസ് ദ ആക്സോൺ, അതാണ് പൊസിഷൻ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഈ ഇത്രയും പേരുടെയും പൊസിഷൻസ് നമുക്ക് കിട്ടി. ഫങ്ഷൻസ് ഇതിലും എളുപ്പമാണ്. നിങ്ങൾക്ക് പൊസിഷൻ ഈ അറ്റം തൊട്ട് ആലോചിച്ച് ആ അറ്റം വരെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കും ഈ ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ആക്സോൺ, ആക്സോണേറ്റ്, സിനാപ്റ്റിക് നോബ്, ഈ അറ്റം തൊട്ടിട്ട് ആ അറ്റം വരെ എന്നുള്ള രീതിയിൽ ഓർഡർ ആയിട്ട് ഓർത്തിരിക്കുക. ഡെൻഡ്രൈറ്റ് ആദ്യം, ഡെൻഡ്രോൺ പിന്നെ ആക്സോൺ, പിന്നെ ആക്സോണേറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് സിനാപ്റ്റിക് നോബ്. ഡെൻഡ്രൈറ്റ് എന്നാണ് നമ്മൾ ആലോചിച്ച് തുടങ്ങിയത്. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ആക്സോൺ, ആക്സോണേറ്റ്, സിനാപ്റ്റിക് നോബ്. ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ ഫങ്ഷൻസ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോ ഞാൻ നിങ്ങൾക്ക് നേരത്തെ വരച്ച ഈ ഡെൻഡ്രൈറ്റ് ഞാനൊന്ന് മാറ്റി എഴുതുന്നുണ്ട്. ഡെൻഡ്രൈറ്റ് ഞാൻ ഇവിടെ എഴുതിയേക്കാം. ഇപ്പോ നേരത്തെ ഞാൻ നിങ്ങളുടെ സൂം ആയിട്ടുള്ളൊരു സംഭവം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് നെർവിനെ നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഞാനൊന്ന് ഒന്നുകൂടി വരച്ച് വെക്കാൻ പോവുകയാണ്. ഒന്നിനും വേണ്ടല്ല, നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇമ്പൾസ് വന്നു, ഈ അറ്റം തൊട്ടിട്ട് ആ അറ്റത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നെർവ് വഴി നമ്മുടെ ഇമ്പൾസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഇമ്പൾസ് വരുന്ന സമയത്ത് ഇതാണ് എൻ്റെ കൈ എന്ന് കരുതിക്കോളൂ കേട്ടോ, ഇതാണ് എൻ്റെ കൈ. അപ്പൊ ആ കൈ ഇവിടെ പൊള്ളിയ സമയത്ത് ഞാൻ മെഴുകുതിരി വരച്ച് വെച്ചിട്ടുണ്ട്. ഈ കൈ ഇങ്ങോട്ടേക്ക് പൊള്ളിയ സമയത്ത് ഇവിടെ വെച്ച് എന്തുണ്ടായി, ഇമ്പൾസ് ഉണ്ടായില്ലേ. ആ ഇമ്പൾസ് ആദ്യം തട്ടിയിട്ടുണ്ടാവുക എങ്ങോട്ടാണെന്ന് ആലോചിച്ച് നോക്കി. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഏതാ, ഡെൻഡ്രൈറ്റ് അല്ലേ. അപ്പൊ ഡെൻഡ്രൈറ്റ് ആയിരിക്കും ആ ഇമ്പൾസ് ഏറ്റുവാങ്ങിയിട്ടുണ്ടാവുക.
ആ ഡെൻഡ്രൈറ്റിൽ നിന്ന് പിന്നീട് അത് എങ്ങോട്ട് പോയിട്ടുണ്ടാവും? ഡെൻഡ്രോണിലേക്ക് വന്നിട്ടുണ്ടാവും. ആ ഡെൻഡ്രോണിൽ നിന്ന് അടുത്തത് അത് എങ്ങോട്ടാ പോയിട്ടുണ്ടാവുക? ആക്സോണിലോട്ട് കയറിയിട്ടുണ്ടാവും. ആ ആക്സോണിന്റെ ഈ ട്യൂബ് വഴി കയറി അടുത്തത് എങ്ങോട്ട് പോയിട്ടുണ്ടാവും? ആക്സോണേറ്റിലേക്ക് പോയിട്ടുണ്ടാവും. ആ ആക്സോണേറ്റിൽ നിന്ന് എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യുന്നത്? പുറത്തിറങ്ങുന്നത് ഏത് വഴിയായിരിക്കും? സിനാപ്റ്റിക് ന്യൂബ് വഴിയായിരിക്കും അത് പുറത്തിറങ്ങിയിട്ടുണ്ടാവുക അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡെൻഡ്രൈറ്റ്, പിന്നീട് ഡെൻഡ്രോൺ, അത് കഴിഞ്ഞ് ഈ ലോങ് ട്യൂബാണ് ആക്സോൺ, ആക്സോണിൽ നിന്ന് കയറി ആക്സോണേറ്റ്, ആക്സോണേറ്റിലുള്ള സിനാപ്റ്റിക് ന്യൂബ് വഴി പുറത്തേക്ക്. പക്ഷെ ശരിക്കും പുറത്തേക്കാണോ പോകുന്നത്? അതുകൂടി ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം ഇതിന്റെ സിനാപ്റ്റിക് ന്യൂബ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഡെൻഡ്രൈറ്റുമായിട്ടാണ് അല്ലേ? ഈ ന്യൂറോൺ അവസാനിക്കുന്നത് സിനാപ്റ്റിക് ന്യൂബിലാണെങ്കിൽ അടുത്ത ന്യൂറോൺ തുടങ്ങുന്നത് എവിടെ വെച്ചിട്ടാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഡെൻഡ്രൈറ്റിലാണ് അല്ലേ? അപ്പൊ ഈ സിനാപ്റ്റിക് ന്യൂബ് വഴി പുറത്തു പോകുന്ന ഇമ്പൾസ് നേരെ പോകുന്നത് എങ്ങോട്ടാ? അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്കാണ് കയറി പോകുന്നത് അല്ലേ? ഈ ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് ന്യൂബ് വഴി പുറത്തിറങ്ങുന്ന ഇമ്പൾസിനെ വാങ്ങാനായിട്ട് അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇവര് തമ്മിലാണ് കൈമാറ്റം സംഭവിക്കുന്നത് ആണല്ലോ. ഇനി നമുക്കിതിന്റെ ഫങ്ഷൻസിലോട്ട് നമുക്കൊന്ന് കയറി വരാം. അപ്പൊ ഡെൻഡ്രൈറ്റിന്റെ ഫങ്ഷൻ എന്തായിരിക്കും? ടു റിസീവ് ഇമ്പൾസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ. ടു റിസീവ് പറഞ്ഞാൽ എന്താ? വാങ്ങുക. എവിടെ നിന്ന്? ഇമ്പൾസസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ. അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള എന്നാണ് അർത്ഥം. അപ്പൊ അടുത്തുള്ള ന്യൂറോണിൽ നിന്ന് ഇമ്പൾസിനെ വാങ്ങുക, റിസീവ് ചെയ്യുക എന്നതാണ് ഡെൻഡ്രൈറ്റിന്റെ പണി. അപ്പൊ ഡെൻഡ്രോൺ ഇനി എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആ ഡെൻഡ്രോൺ ആണ് സെൽ ബോഡിയിലേക്ക്, ഡെൻഡ്രൈറ്റിൽ നിന്ന് വാങ്ങി സെൽ ബോഡിയിലേക്ക് കൊടുക്കുന്നത് ആരായിരിക്കും? ഡെൻഡ്രോൺ ആണ്. അപ്പോൾ carries impulses to cell body. ഡെൻഡ്രൈറ്റിൽ നിന്ന് വാങ്ങി ഡെൻഡ്രോൺ എവിടേക്ക് കൊടുക്കും? സെൽ ബോഡിയിലേക്ക് കൊടുക്കും. ഇനി അടുത്തത് നോക്കിയേ, ആക്സോൺ ആണ്. ആക്സോണിനെ എവിടെ നിന്നാ വാങ്ങുക? സെൽ ബോഡിയിൽ നിന്ന് വാങ്ങിയിട്ട് ആക്സോണേറ്റിലേക്ക് കൊടുക്കും അല്ലേ? ഇവിടെ നിന്ന് വാങ്ങുക, അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ carries impulses away from cell body. സെൽ ബോഡിയിൽ നിന്ന് ആ ഇമ്പൾസസിനെ പുറത്തോട്ട് അങ്ങോട്ട് എടുത്തിട്ട് പോകും. അതാണ് ആക്സോണിന്റെ പണി. ഇനി നേരെ എങ്ങോട്ടാണ് എത്തുന്നത്? ആക്സോണേറ്റിലേക്കാണ്. ആക്സോണേറ്റ് എന്ത് ചെയ്യും? സിനാപ്റ്റിക് നോബിലേക്ക് കൊടുക്കില്ല. അപ്പൊ carries impulses to synaptic knob. ഇനി സിനാപ്റ്റിക് നോബിന്റെ പണി എന്താണ്? അടുത്ത ന്യൂറോണിന് ആ ഇമ്പൾസസ് കൈമാറുക എന്നുള്ളതാണ് സിനാപ്റ്റിക് നോബിന്റെ പണി. പക്ഷെ അപ്പോ ഡെൻഡ്രൈറ്റിന്റെ പണി എന്താണ്? ടു റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ. ഡെൻഡ്രോൺ എന്ത് ചെയ്യും? ഡെൻഡ്രൈറ്റിന്റെ നിന്ന് വാങ്ങി സെൽ ബോഡിയിലേക്ക് കൊടുക്കും. അപ്പൊ carries impulses to cell body. അതേ സ്ഥാനത്ത് ആക്സോൺ എന്ത് ചെയ്യും? carries impulses away from cell body. സെൽ ബോഡിയിൽ നിന്ന് ദൂരേക്ക് എടുത്തിട്ട് പോയി എങ്ങോട്ടാ കൊടുക്കുന്നത്? ആക്സോണേറ്റിലേക്കാണ് കൊടുക്കുന്നത്. ഇനി ആക്സോണേറ്റ് എന്താ ചെയ്യുക? carries impulses to synaptic knob. അതായത് തൊട്ടടുത്ത ആളായ സിനാപ്റ്റിക് നോബിലേക്ക് കൊടുക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ രണ്ട് പോയിന്റ് വെച്ച് ഓരോ പാർട്സിനും പഠിക്കാനുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. എല്ലാത്തിൻ്റെയും ഫസ്റ്റ് പോയിന്റ് പൊസിഷൻ ആണ്, രണ്ടാമത്തെ പോയിന്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ പൊസിഷൻ എന്നുള്ളതും ഈ അറ്റം തൊട്ട് ആലോചിച്ച് നിങ്ങൾക്ക് ആ അറ്റം വരെ കിട്ടും. അതേപോലെ തന്നെ ഫംഗ്ഷനും ഈ അറ്റം തൊട്ട് ആലോചിച്ച് നിങ്ങൾക്ക് ആ അറ്റം വരെ കിട്ടും. ഒക്കെ ലിങ്ക്ഡ് ആണ്. ഇതിന്ന് വാങ്ങാൻ അതിലേക്ക് കൊടുക്കുക, ഇതിന്ന് വാങ്ങാൻ അടുത്തേക്ക് കൊടുക്കുക, ഇവിടെ നിന്ന് വാങ്ങാൻ അടുത്തേക്ക് കൊടുക്കുക. അതാണ് ശരിക്കുള്ള ഫംഗ്ഷൻ. അതിൽ പറഞ്ഞ പോലെ തന്നെ എഴുതണമെന്നൊന്നും നിർബന്ധമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഡെൻഡ്രോണിന്റെ പണി carries impulses from dendrite to cell body എന്ന് എഴുതാം. ആക്സോണിന്റെ carries impulses from cell body to axonate എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ ആക്സോണേറ്റിന്റെ carries impulses from axon to synaptic knob എന്ന് എഴുതാം. അപ്പൊ ഈ ഒരു രീതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി പോകാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ അവസാനത്തെ ഒരാളായ സിനാപ്റ്റിക് നോബിനെ അവിടെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ സിനാപ്റ്റിക് നോബിന്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുക? തൊട്ടപ്പുറത്തെ ന്യൂറോണിലേക്ക് കൊടുക്കുന്നു എന്നതാണ്. പക്ഷെ അവിടെ ഫംഗ്ഷൻ ആയിട്ട് അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? പൊസിഷൻ കറക്റ്റ് ആണ്, ടിപ്പ് ഓഫ് ആക്സോണേറ്റ്, ആക്സോണേറ്റിന്റെ ടിപ്പ് അഗ്രഭാഗം കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? അവസാനത്തെ ആളായ സിനാപ്റ്റിക് നോബിന്റെ മാത്രം ഫംഗ്ഷൻ അവിടെ ഡിഫറെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സീക്രറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാ കിളിയിപ്പോൾ പോയിട്ടുണ്ടാവും അല്ലേ?
സീക്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശ്രവിക്കുക, ഇത് ഉണ്ടാക്കുക എന്നൊരു അർത്ഥമാണ് സീക്രറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നത്, സീക്രറ്റ്സ് കൊണ്ട് പറയുന്നത്. ശരിക്കത്തെ സീക്രറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രഹസ്യം എന്നുള്ള ഒരു അർത്ഥത്തിലായിരിക്കും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവുക. ബയോളജിയിൽ നമ്മൾ സീക്രഷൻ എന്ന് പറഞ്ഞാൽ ശ്രവിക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്രവം നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന സംഭവത്തിനെയാണ് സീക്രഷൻ അല്ലെങ്കിൽ സീക്രറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സീക്രറ്റ്സ് ചെയ്യുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററിനെയാണ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇതൊക്കെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു സിനാപ്റ്റിക് നോബിനെ മാത്രം ഒന്ന് എടുത്തു കാണിക്കാനായിട്ട് പോകുന്നുണ്ടോ. അപ്പൊ ഈ ഒരു ടോപ്പിക് നമ്മൾ ചെറുതായിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സിനാപ്റ്റിക് നോബ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സിനാപ്റ്റിക് നോബ് നമ്മൾ ഇങ്ങനെ കൊടുക്കുക, അതായത് ആക്സോണേറ്റും അതിന്റെ അറ്റവുമാണ് ഞാനിപ്പോൾ ഈ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അടുത്തത് വാങ്ങാൻ നിൽക്കുന്ന ആള് എന്താ, ഡെൻഡ്രൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ഞാൻ ആ ഡെൻഡ്രൈറ്റിന്റെ പകുതിയും കൊടുക്കുന്നുണ്ട്. ഞാൻ ഡെൻഡ്രൈറ്റും കൊടുക്കും, ഈ സിനാപ്റ്റിക് നോബിനോട് കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ഡെൻഡ്രൈറ്റും കൊടുക്കും. അപ്പൊ ഇത് നമ്മുടെ ആക്സോണിന്റെ ഭാഗം ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വെറുതെ ഒന്ന് പെട്ടെന്ന് വരച്ചു വിട്ടുവെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മളിത് ആദ്യത്തെ ന്യൂറോണിന്റെ ഫസ്റ്റ് ന്യൂറോൺ, ഇത് വാങ്ങാൻ നിൽക്കുന്ന സെക്കൻഡ് ന്യൂറോൺ കേട്ടോ. അപ്പൊ ഇത് ഫസ്റ്റ് ന്യൂറോണിന്റെ അറ്റമായ സിനാപ്റ്റിക് നോബിന്റെ ഭാഗം, ഇത് രണ്ടാമത്തെ ന്യൂറോണിന്റെ ഫസ്റ്റ് ഭാഗമായ ഡെൻഡ്രൈറ്റിന്റെ ഭാഗം. അപ്പൊ ഡെൻഡ്രൈറ്റ് ആണ് വാങ്ങാൻ നിൽക്കുന്നത്, സിനാപ്റ്റിക് നോബാണ് കൊടുക്കാൻ നിൽക്കുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു ജംഗ്ഷൻ, അതായത് ഇവർ രണ്ടുപേരും കൂടി നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നത്. ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്, രണ്ട് ന്യൂറോണുകൾ കൂടി ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ജംഗ്ഷന്റെ പേരാണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോ രണ്ട് ന്യൂറോണുകൾ തന്നെ ആവണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ബിറ്റ്വീൻ ടു ന്യൂറോൺസ്, രണ്ട് ന്യൂറോണുകൾ തമ്മിലാകാം, അല്ലെങ്കിൽ ഗ്ലാൻഡുലർ സെൽ ആൻഡ് എ ന്യൂറോൺ, ഒരു ഗ്ലാൻഡുലർ സെല്ലും ഒരു ന്യൂറോണും തമ്മിലാകാം, അല്ലെങ്കിൽ മസിൽ സെൽ ആൻഡ് എ ന്യൂറോൺ, അല്ലെങ്കിൽ ഒരു മസിൽ സെല്ലും ന്യൂറോണും തമ്മിലാകും. ഇപ്പൊ ഞാൻ എൻ്റെ എക്സാമ്പിൾ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ന്യൂറോൺ ഇവിടെ വരയ്ക്കുന്നതിന് മുൻപായിട്ട് ഇതെന്റെ കൈയാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ മസിൽസ് കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. മസിൽ മീൻസ് ഓരോ ഭാഗത്തും മസിൽസ് ഉണ്ട്, സ്കിന്നുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ മസിൽസിനോട് ബന്ധിപ്പിച്ചിട്ട് വേണമെങ്കിൽ നിൽക്കാം. അപ്പൊ കൈ പൊള്ളി എന്നുള്ളത് മസിൽസിൽ നിന്നായിരിക്കും ഇപ്പൊ ഈ ഡെൻഡ്രൈറ്റിന് സന്ദേശം കിട്ടിയിട്ടുണ്ടാവും, ഇമ്പൾസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു മസിൽ സെല്ലും ഇതും തമ്മിലുള്ള ആ ഒരു ജംഗ്ഷനെ വേണമെങ്കിലും നമുക്ക് സിനാപ്സ് എന്ന് പറയാം. അപ്പോൾ ഏത് രണ്ട് ന്യൂറോണുകൾ തമ്മിൽ വന്നാലും, ഒരു ഗ്ലാൻഡുലർ സെല്ലും അല്ലെങ്കിൽ ഒരു ന്യൂറോണും തമ്മിൽ വന്നാലും, ഒരു മസിൽ സെല്ലും ഒരു ന്യൂറോണും തമ്മിൽ വരികയാണെങ്കിലും ആ ഒരു ജംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്സ്. സിനാപ്സിന് ശരിക്കും നല്ലൊരു തരത്തിലുള്ള പണിയുണ്ട്. കാരണം സ്പീഡും ഡയറക്ഷനും ഒക്കെ മാനേജ് ചെയ്യുന്നത് ഈ സിനാപ്സ് ആണ്. കാരണം ഇപ്പൊ സിനാപ്സ് എന്ന സംഭവം, ഈ ഒരു ജംഗ്ഷൻ എന്നുള്ള സംഭവം ഇല്ല എന്ന് കരുതിയാൽ ഇപ്പൊ ഒരുപാട് ന്യൂറോൺസ് ഉണ്ടാവും അല്ലേ, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ന്യൂറോൺസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സന്ദേശം വരികയാണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഇന്ന ന്യൂറോണിന് തന്നെ കൊടുക്കുമ്പോഴാണ് അത് കറക്റ്റായി അടുത്തടുത്ത സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങാനും തെറ്റി മറ്റൊരു ന്യൂറോണിലേക്ക് കൊടുത്താലോ, അതായത് ഒരു ന്യൂറോണിൽ നിന്നൊരു സന്ദേശം വരികയാണ്, പക്ഷെ അതിന്റെ ചുറ്റും ഒരുപാട് ന്യൂറോണുകൾ ഉണ്ടാവും. അതെങ്ങനെ തെറ്റി കറക്റ്റ് ആയിട്ടുള്ള ന്യൂറോണിന് പകരം തെറ്റായ റോങ് ആയിട്ടുള്ള ന്യൂറോണിനാണ് അത് കൊടുക്കുന്നതെങ്കിലോ നമ്മുടെ ഇമ്പൾസ് വഴി തെറ്റി പോയില്ലേ. അപ്പൊ ഗൂഗിൾ മാപ്പ് ഒന്നും തിരിച്ചു വരാൻ പറ്റൂല. സോ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊണ്ടുപോകാൻ വേണ്ടി സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു സിനാപ്സ് നമുക്ക് ശരിക്കും വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത കാര്യം നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ പറഞ്ഞെത്തിയത് ഈ ഒരു സിനാപ്റ്റിക് നോബിന്റെ ന്യൂറോ സീക്രറ്റിന്റെ കാര്യമാണ്. ഈ ഇമ്പൾസ് അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഇന്നാ പിടിച്ചോണ്ട് ഒരു പൊടിയായിട്ടോ അല്ലെങ്കിൽ ലെറ്റർ ആയിട്ടോ ഒന്നും അല്ല. ആ ഒരു ഇമ്പൾസിനെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എത്തിക്കുന്നത് കുറച്ച് മെഡിക്കൽ സബ്സ്റ്റൻസസ് ആയിട്ടാണ്, അതായത് കെമിക്കൽ സബ്സ്റ്റൻസസ് ആയിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് കൊടുക്കുന്നത്. ആ കെമിക്കൽ സബ്സ്റ്റൻസസിന്റെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് പൊടി പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഇത് ഉണ്ടാക്കണം. അപ്പൊ ഈ പൊടി എന്ത് ചെയ്യും, ഈ ജംഗ്ഷനിൽ പരന്ന് കിടക്കും. ഈ പൊടിയാണ് നമ്മൾ, ഈ കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് ഈ ഡെൻഡ്രൈറ്റ് വലിച്ചെടുത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇമ്പൾസ് ആയിട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഈ സിനാപ്റ്റിക് നോബ് കെമിക്കൽ സബ്സ്റ്റൻസസിനെ ഉണ്ടാക്കുന്നു. ആ കെമിക്കൽ സബ്സ്റ്റൻസസിന്റെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ പൊടി പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ വാങ്ങിയിട്ടാണ് ഡെൻഡ്രൈറ്റ്, അതായത് അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് അതും കൊണ്ട് ഇമ്പൾസും കൊണ്ട് പോകുന്നത്. രണ്ട് തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഉള്ളത്.
അസറ്റൈൽ കൊളൈനും ഡോപ്പമിനും. അസറ്റൈൽ കൊളൈനും ഡോപ്പമിനും ഇത് തീർച്ചയായിട്ടും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ആകെ കൂടി സിനാപ്റ്റിക് നെർവിന് ഒറ്റൊരു ഫംഗ്ഷൻ